ഹായ്, മോർണിംഗ്. ഇതുവരെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ തോട്ടപ്പള്ളി സ്പിൽവേ മീഡിയ ഇന്നത്തെ ആ സ്പിൽവേയുടെ കാഴ്ചകളാണ്. വണ്ടികൾ പോകുന്ന നമ്മുടെ സ്പിൽവേയിലൂടെയാണ് തോട്ടപ്പള്ളിയുടെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ ഇന്നത്തെ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ കാണണം, ലൈക്കുകളൊക്കെ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, കെ മീഡിയ യാത്ര തുടരുകയാണ്. ഓക്കെ. പ്രിയ സൗഹൃദങ്ങളെ, ഇതാണ് നമ്മുടെ പ്രകൃതി സുന്ദരമായ തോട്ടപ്പള്ളി. കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരുമ്പോൾ കുട്ടനാടൻ ജനതയുടെ ആശങ്കജനകമായ ഭീതി കുറയുന്നത് ഇവിടുത്തെ ഓരോ ഷട്ടറുകളും ഓപ്പൺ ചെയ്ത് കടലിലേക്ക് വെള്ളം വലിയുമ്പോഴാണ്. ഈ തീരത്തൂടെ കടന്നു പോകാത്തവർ വിരളമാണ്. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലേക്കുള്ള സഞ്ചാരപാത ഈ തോട്ടപ്പള്ളി സ്പിൽവേയാണ്. ഈ സ്പിൽവേ കടന്ന് പടിഞ്ഞാറോട്ട് തിരിയുമ്പോഴത്തേക്കാണ് മനോഹരമായ തോട്ടപ്പള്ളി ബീച്ച്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും എല്ലാം ഈ പൊഴിയും ഈ തീരവുമാണ്. ഇവിടുത്തെ ജനതയുടെ ഒരു പ്രധാന ആശങ്ക തന്നെയാണ് കരിമണൽ ലോബിയുടെ തീരം കുഴിച്ചെടുക്കുന്ന കറുത്ത പൊന്നായ കരിമണൽ വൻകിട കുത്തക കമ്പനികൾ കുഴിച്ചുകൊണ്ടുപോകുന്നത് ഈ തോട്ടപ്പള്ളി തീരത്ത് നിന്നാണ്. ഈ തീരം കടൽ മെഴുകുമോ എന്ന ആശങ്കയുള്ള ഓരോ ജനതയുമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. എന്തിനു ഏറെ പറയുന്നു, കടലും കായലും എല്ലാം കൂടി സംഗമിക്കുന്ന പ്രകൃതിയുടെ ഒരു നിറക്കൂട്ട് തന്നെയാണ് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും ഈ വഴി യാത്ര ചെയ്യാത്തവർ വിരളമാണ്. നമ്മളുടെ ഓരോ യാത്രയിലും ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വിശ്രമിക്കാവുന്നതാണ്. അത്രമേൽ പറയത്തക്ക രീതിയിലുള്ള റിസോർട്ടുകളോ കാര്യങ്ങളോ ടീ ഷോപ്പുകളോ ഒന്നും തന്നെ ഈ ഒരു ബീച്ചിലില്ലെന്നുള്ളത് സത്യമായൊരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടിയും ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു നിറച്ചാർത്ത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ സുസ്ഥിരമായൊരു ഭൂപ്രകൃതി ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോരായ്മ മാത്രമല്ല, പല പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളും വേലിയേറ്റം വേലിയിറക്കങ്ങളെല്ലാം നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾക്കത്ര പ്രിയങ്കരമല്ലാത്തത്. എങ്കിൽ പോലും ഈ വഴി യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. അല്പസമയം നിങ്ങൾ ഫാമിലിയായിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവിടെ ചിലവഴിക്കുക. ഇവിടുത്തെ കാറ്റിനും ഒരു പ്രത്യേക സുഖം തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ ഹാർബറുണ്ട്. അടുത്ത ഒരു വീഡിയോ നമ്മൾ ഹാർബറിലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തോട്ടപ്പള്ളി അത്രമേൽ സുന്ദരം തന്നെയാണ്. വള്ളങ്ങൾ നിരനിരയായി കിടക്കുന്ന കാഴ്ചകളും കാറ്റും എല്ലാം കൊണ്ടും പ്രകൃതി കനിഞ്ഞരുളിയ ഒരു തീരം. കാറ്റാടി